രാജു സാറേ, ഇപ്പോൾ ഈ SIT അന്വേഷണം കടകംപള്ളിയിൽ എത്തി നിൽക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അല്പം മുമ്പ് നന്ദകുമാർ സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJPയിലെ ചില പ്രമുഖ നേതാക്കളുടെ പേരും വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ വരുന്നുണ്ട്, അത് ഉടനെ അവരെ പിടിക്കുമെന്നാണ്. സർ, കോൺഗ്രസിന്റെ വായടപ്പിക്കാൻ SIT അന്വേഷണ സംഘത്തെ കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമോ? കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കളിലേക്കും SIT അന്വേഷണം പോകുമെന്ന് കേൾക്കുന്നു. ശബരിമല കൊള്ള വിഷയത്തിൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞ ഇതുണ്ട്. നമുക്ക് പുറകോട്ട് പോകാൻ സ്ഥലമില്ല, തിരിച്ചു പോകാൻ മാർഗവുമില്ല, അല്ലെ ബാക്ക് ടു ദ വാൾ. അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. പിണറായി വിജയൻ ഈ അന്വേഷണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ പറ്റില്ല. എല്ലാ ചീത്തപ്പേരും വന്നു ചേരുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചത്തേക്കാണ്. അതാരെ പത്മകുമാറിനെ പിടിക്കുമ്പോഴും വാസുവിനെ പിടിക്കുമ്പോഴും കടകംപള്ളിയെ പിടിക്കുമ്പോഴും എല്ലാം പിന്നെ കാണുന്ന പ്രതി പിണറായി വിജയൻ്റെ മുഖമാണ് കാണുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും വ്യക്തിജീവിതവും വരെ നശിപ്പിക്കും ചിലപ്പോൾ. എന്താ മാർഗം? ഈ കൊള്ളയിൽ എല്ലാവരെയും പങ്കാളികളാക്കുക, എല്ലാവരും സർക്കാർ കൂടത്തിൽ കൈയിട്ടവരാണെന്ന് സ്ഥാപിക്കുക. അതോടുകൂടി എതിർപ്പിൻ്റെ മോനെ ഓടിയും. അതിന് BJP നേതാക്കന്മാരെ പങ്കുണ്ടെങ്കിൽ അവർ, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പഴയകാല നേതാക്കന്മാർ പങ്കുണ്ടെങ്കിൽ അവർ, ഇവരെ എല്ലാം ഈ എന്നാ പറയുന്നത് ചക്രവർത്തി പോരാട്ടത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. അതോടുകൂടി എല്ലാ പ്രതിഷേധവും തീരും. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തീവ്രമായിരുന്നു ആരാധന പ്രശ്നമായിട്ട് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്നുള്ള ഓർഡർ വന്നപ്പം, സുപ്രീം കോടതി ഓർഡർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഗ്രാവിറ്റി നമ്മൾ കണ്ടതാണ്. അതിൻ്റെ 1000-ലൊരു അംശം പ്രതിഷേധം ഏതെങ്കിലും സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? BJPയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വേണേൽ ഉണ്ടാകും. കോൺഗ്രസ് അന്നും കരക്കിരുന്ന വെള്ളം മീൻ പിടിക്കുകയത്. പക്ഷേ ഇത്തവണ BJP സൈലൻ്റാണ്. BJP എന്തുകൊണ്ടാണ് സൈലൻ്റായത്? ഞാൻ ഇതിൻ്റെ അത് കാണുന്ന ഏറ്റവും വലിയ തെളിവ് ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്രവുമായി അല്ല, ആ ഒത്തുതീർപ്പ് ഓൾറെഡി അതിപ്പോൾ ഉണ്ട്. അല്ലെ പണ്ട് ഇതിലെല്ലാം പ്രശ്നങ്ങൾ വലിയ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ NIA കൊടുക്കാമല്ലോ. ഇത് ദേശീയ സുരക്ഷാ പ്രശ്നമാണ്, അല്ലെ മണി ലോണ്ടറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, കോടാനുകോടി രൂപ കൈകാര്യം ചെയ്തിരിക്കുന്നു, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, ഫെമയുടെ നിയമം വരാം. അങ്ങനെ ഏതെല്ലാം വകുപ്പുകൾ ഇവരെ കൊടുക്കായിരുന്നു? അത്ര ഒരു അന്വേഷണം നടത്തിയോ? അപ്പോൾ ഈ സാർ പറയണം, അപ്പോൾ ഈ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ CPM നേതാക്കളല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളിലേക്കും പിണറായി ഈ തന്നെ ചെയ്യിപ്പിക്കും ഈ അന്വേഷണ സംഘത്തെ കൊണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അന്വേഷണ സംഘം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റക്കാരേ ഉള്ളൂ. ഇപ്പം നിലവിൽ ഒറ്റക്കാരേ ഉള്ളൂ. ഇതിൻ്റെ പൂർണ്ണമായ ക്ലോസർ റിപ്പോർട്ട് അല്ലെ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ കണ്ടെത്തൽ അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് ഒരു വിവരവും പുറത്തു വരാതിരിക്കുക. ഇപ്പോൾ രണ്ടുപേരെ ചോദ്യം ചെയ്തിട്ട് ആരെങ്കിലും അറിഞ്ഞോ? തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ മറ്റൊരാളും ചോദ്യം ചെയ്തു. ഒരു മനുഷ്യൻ അറിഞ്ഞ ഇവരെങ്ങനെ ചോദ്യം ചെയ്തതായിട്ട് എന്താ അറിയാം? പക്ഷെ സാർ, ഇത്ര ചോദ്യം ചെയ്ത് അറിഞ്ഞില്ല എന്നുള്ള ആ ചോദ്യം ചെയ്യലിനെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ആരുടെ കയ്യിൽ നിന്ന് ചോർന്നു എന്ന് ചോദിച്ചാൽ ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ചോർന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ചോർന്നതിന്റെ കാരണം അതിൽ അവർക്ക് ചോദ്യം ചെയ്യലിന് ചിലത് കിട്ടി എന്നുകൊണ്ടാണ് പോലീസ് തന്നെ ഇത് പുറത്തുവിട്ടത്, അല്ലേ? അപ്പൊ കടകംപള്ളി അറസ്റ്റിലാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അല്ല, കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്ന കടകംപള്ളി വിൽക്കുവോ? ശേഷം ഈ കോൺഗ്രസ് നേതാക്കളെങ്കിൽ ആരെയൊക്കെ സോണിയാഗാന്ധിയും ഇവിടെ രാജീവ് ഉൾപ്പെടെയുള്ളവർ കളിയാ. കടകംപള്ളിയുടെ കൂടെ ഇങ്ങനെ അടൂർ പ്രകാശം കൂടെ ഉണ്ടെങ്കിലോ, അല്ലെ VS ശിവകുമാറും കൂടെ ഉണ്ടെങ്കിലോ? അല്ല, സോണിയാഗാന്ധിയെ കാണാൻ വരെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി പോയിട്ടുണ്ടെന്ന് പറയും. അല്ല, അതിൽ അസ്വാഭാവികതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പോകേണ്ട എന്താവശ്യമുള്ളൂ? എന്തെങ്കിലും നല്ല സോണിയാഗാന്ധി അത് പറയുന്നത് അവരുടെ കുടുംബം ചില പുരാവസ്തു പിന്നെ കച്ചവടം നടത്തുന്നവർ, കച്ചവടക്കാരനാണ് സോണിയാഗാന്ധിയുടെ കുടുംബം. അഹമ്മദാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുപാത്ര ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതെ, ആ ഒരു കച്ചവടത്തിലേക്ക് എന്തെങ്കിലും കണ്ണിയുമായിട്ടാണോ ഈ പറയുന്ന ഫ്രോഡായി ഈ പോറ്റി ചെന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കുന്നവരുണ്ട്. അല്ല, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തില് എല്ലാ പാർട്ടിക്കാരും ഏതെങ്കിലും തരത്തിൽ വലിയ ഇല്ല, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ജയലളിത ആൾക്കാരെ പരിചയപ്പെടുത്തുന്നതാണ്, അല്ലേ? അതെ, ജയലളിതയായിട്ട് ബന്ധപ്പെട്ടവരാണ് മണിയെ ഇവിടെ പരിചയപ്പെടുത്താൻ. ദുബായ് ബാബു, അല്ലേ? ദുബായ് മണി. അതെ, ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുള്ള. അപ്പൊ ഇത് ആ രീതിയിലുള്ള ബന്ധമുള്ള, എനിക്ക് സംശയം, ഞാൻ ഡിണ്ടിഗൽ മണി എനിക്ക് സംശയം എന്ന് പറയുന്നത്, ഇത്രയും ഗുരുതരമായ കുറ്റമാണ് ആരെ സംശയിക്കുന്നത്? ഈ മണിയും കൂട്ടാളികളെ സംശയിക്കുന്നത്.
സാർ അവിടെ നമുക്ക് ഒരു കാര്യം പറഞ്ഞുകൂടെ, അതായത് ഈ പോലീസ് അന്വേഷണം ദിണ്ടിഗൽ മണിയിൽ അന്വേഷണം വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ശബരിമലയിലെ കാര്യത്തിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മണിയുടെ അന്വേഷണം വേറൊരു ചാപ്റ്റർ ആക്കിയുണ്ട്. ശബരിമലയിൽ നിന്നൊന്നും മണി കട്ടതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ നിന്നല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ചിലപ്പോൾ തങ്കവിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ പോലും മണി മുന്നോട്ട് പോയിന്. ഞാൻ ചോദിക്കുന്നത്, മണി ഇവിടെ വന്നാൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും ജയിലിലേക്ക് പോകാനുണ്ടെന്നും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടെന്നൊക്കെ നിസ്സാർ MLA ആയിട്ട് പോലും ഇല്ലേ. മണിയെപ്പോലുള്ള ആൾക്ക് ലോകത്ത് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം സൗകര്യം. നമ്മൾ മണിയിലേക്ക് അങ്ങ് എത്തി. പക്ഷെ നമുക്ക് വേണ്ടത് കോൺഗ്രസിൽ ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ. കോൺഗ്രസിൽ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന പേര് അടൂർ പ്രകാശന് മാത്രമേ ഉള്ളൂ. ഇനി വരാനുള്ള പേര് ഒത്തിരി ശിവകുമാറിനൊക്കെ വരാൻ സാധ്യത. VS ശിവകുമാർ വരാം, VS ശിവകുമാറിന് അനിയന ചേട്ടനാവുന്ന അങ്ങേരുടെ പേര് വരാം. ഇത് അവസാനം കേവലം ഇവിടെ കണ്ട സ്വർണ്ണക്കൊള്ള അല്ലാതെ ശബരിമലയിൽ എന്തെല്ലാം കൊള്ള നടത്തിയിട്ടുണ്ട് ഒരു കണക്കുമില്ല. കാര്യം അവിടെ ഇപ്പൊ ഓഡിറ്റില്ലല്ലോ അല്ലെ. ഈ അന്വേഷണം എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഒരു വശത്തൂടെ പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം എത്തിക്കാൻ നോക്കുമ്പോൾ മറുവശത്തൂടെ സോണിയയിലേക്ക് എത്തിക്കാൻ നോക്കും. ബി ജെ പിക്കാരൻ്റെ പേരിൽ വന്നാൽ എല്ലാവരും ചേർന്ന് മസ്കറ്റ് ഹോട്ടലിൽ എവിടെയെങ്കിലും ഗഡ്കരി നടത്തി വിരുന്ന് പോയ ഒരു വിരുന്നിൽ പങ്കെടുത്ത് ചായം കുടിച്ച് കേക്ക് മുറിച്ച് എല്ലാവരും പോകും. ആ രീതിയിലേക്കാണ് സംഭവം. അല്ല, സോണിയെ കണ്ടു എന്ന് പറയുന്നതിൽ ഇങ്ങനെ വളച്ചുകെട്ടി കഥ ഉണ്ടാക്കണ്ട. പക്ഷെ അതൊരു നിസ്സാര സംഗതിയല്ല. അല്ല, കണ്ടൊന്നും ആരും നിഷേധിക്കുന്നില്ലല്ലോ. വളച്ചുകെട്ടി അത് നമ്മളിപ്പോ വസ്തു കച്ചവടം എന്ന രീതിയിലൊന്നും ആക്കണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത അങ്ങനെയില്ല. അപ്പൊ എന്തിനാണ് കണ്ടത്? പക്ഷേ അതിന്റെ രണ്ട് വശമുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഈ കച്ചവടം വാതിലേക്ക് ഈ കച്ചവടം അതിന്റെ വശം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും പെടുത്താനായി CPM ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പാണല്ലേ. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് കോൺഗ്രസ് നേതാക്കളെങ്കിലും ഒരു ചോദ്യം ചെയ്യും. പക്ഷെ മറിച്ച് പിണറായി അവിടെ ഒരു സർപ്രൈസ് കാത്തിരിക്കണം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്റ്റൈല്, കേരളത്തിന്റെ കീഴിലുള്ള സ്റ്റൈല്, അടൂർ പ്രകാശനെ നാളെ മാറ്റി നിർത്തണമെങ്കിൽ മാറ്റി നിർത്താൻ മടിയില്ലാത്തൊരു KPCC അവിടെയുള്ളൂ ഇപ്പോൾ. അതും കോൺഗ്രസിന് അനുഗ്രഹമാവും. ഞങ്ങളുടെ പേരിൽ പ്രശ്നം വന്നു, ആരോപണം വന്നു, FIR കൊടുത്ത ഉടനെ അത് അടൂർ പ്രകാശനോട് മാറി നിൽക്കാൻ പറഞ്ഞു നാളെ സതീശൻ പറയും. മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ആരോപണം തിരിച്ചടിച്ചില്ലേ? കോൺഗ്രസ് മാങ്കൂട്ടത്തെ പുറത്താക്കിയോട് കോൺഗ്രസിനെ പറ്റി വല്ലതും പറയാൻ പറ്റുമോ? പക്ഷെ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും കാര്യത്തിൽ CPM നടപടിയെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ജനങ്ങൾ കമ്പയർ ചെയ്യില്ലേ? സത്യസന്ധമായ സമീപനം ആരുടെയാണ്? ഞങ്ങളാരും രക്ഷിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളാർക്കും കോടതി ഫൈനൽ ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞ് ബെമ്മിയൊന്നിൻ്റെ കൂട്ട് നടക്കുന്നില്ല. ഇത് പറയാമല്ലോ. അങ്ങനെ പറയാതെ അപ്പൊ അങ്ങനെ ആ രീതിയിലേക്ക് കോൺഗ്രസിൽ എത്തുമെന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ കോൺഗ്രസ് അത് അല്ലാതെ മാർഗമില്ല. കോൺഗ്രസിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പം ഒന്ന് കോൺഗ്രസിന്റെ നിലനിൽപ്പ് നേതാക്കന്മാരെ ആശ്രയിച്ചല്ല. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വിജയം പോലും അല്ല, ജനങ്ങളുടെ സപ്പോർട്ടാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രതിഫലനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. അതിപ്പം നാളെ അടൂർ പ്രകാശിനെ മാറ്റി നിർത്തിയാൽ ആ വോട്ടെല്ലാം കോൺഗ്രസിന് കിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയ വോട്ട് കിട്ടിയില്ലേ? കിട്ടാതെ പോയി. പക്ഷെ അത് ഉണ്ടാക്കുന്ന അവമതിപ്പ് ഭയങ്കരമായിരിക്കും. അവമതിപ്പൊക്കെ ഇപ്പൊ കോൺഗ്രസിന് അവമതിപ്പുണ്ടോ? അവമതിപ്പ് മാങ്കൂട്ടത്തിനുണ്ട്. പുറത്താക്കുന്നേ ഞങ്ങളുടെ പാർട്ടി. ഇപ്പൊ അങ്ങനെ സാറ് പറയാനാണെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ കടകംപള്ളിയെയും പത്മകുമാറിനെയും ഒക്കെ പ്രതി ചേർക്കുമ്പോൾ അവര് കൂടെ നിർത്തുന്നുണ്ട്. കൂടെ നിർത്താൻ അവർക്ക് തന്നെയായിരിക്കണം. ഒരുവേള ഇലക്ഷന് മുമ്പ് അവരെല്ലാം പുറത്താക്കി കഴിഞ്ഞാലോ? ഇലക്ഷൻ പുറത്താക്കി ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇത്രയും കാലം ഉണ്ടാക്കിയ ദുഷ്പേരാണ് അങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് നിലപാടുണ്ടായില്ലേ? അങ്ങനത്തെ നിലപാടില്ല എന്നാണ് അത്രത്തോളം വരെ എത്താൻ സാധ്യതയുണ്ടോ? അടൂരിനൊക്കെ അത്രയും വലിയ പങ്കുണ്ടോ? അടൂർ പ്രകാശിനൊക്കെ അല്ല, അടൂർ പ്രകാശിന് പങ്കുണ്ടോ നമുക്ക് അറിയത്തില്ല. പങ്കുണ്ടെന്നൊരു ബോധം സൃഷ്ടിക്കാൻ പറ്റും. ഫോട്ടോയിലുണ്ട്, വേണമെങ്കിൽ ഈ ഫോട്ടോയിലുണ്ടാകാം. അത് മാത്രമല്ല, VS ശിവകുമാറും ദേവസ്വം മന്ത്രിയായിരുന്നു. ഇപ്പോ മരണപ്പെട്ടു പോയ പ്രയർ ഗോപാലകൃഷ്ണന്റെ പേര് വരെ പറഞ്ഞു. അല്ല, അത് പുറകോട്ട് മുമ്പോട്ട് അന്വേഷണം നടക്കുന്നേ. 2018 വിജയ പ്രവേശനം തൊട്ട് അങ്ങോട്ട് SIT അന്വേഷണ സംഘത്തിന് ഒരു പരിമിതിയില്ലേ? പരിമിതി എന്ന് പറഞ്ഞാൽ ഇന്റർപോളിലേക്ക് വരെ എത്തുന്നത് ന്യായമായിട്ടാണ്. ഇന്റർപോൾ കാരണം വിദേശത്തേക്ക് അടുത്തെങ്കിൽ പിന്നെ ഇവരന്വേഷിച്ചൊരു കാര്യമുണ്ടോ? ഇവിടെ കോൺഗ്രസിന് മുമ്പിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ അന്വേഷണം എങ്ങനെ വേണം ന്യായമായിട്ട് പൊക്കോട്ടെ. തെറ്റായ രീതിയിലുള്ള അന്വേഷണം വന്നാൽ കോൺഗ്രസിന് അന്വേഷണത്തെ ചെറുത് ചെയ്യാം. അല്ലാണ്ട് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അടൂർ പ്രകാശിനെ SIT ന്യായമായിട്ട് സംശയിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ സാറ് സാറ് കരുതുന്നുണ്ട് എന്തായാലും പോലീസിനെ കൊണ്ട് പിണറായിയും സംഘവും ഏതെങ്കിലും 1-2 കോൺഗ്രസ്സുകാരെ കൂടെ ചോദ്യം ചെയ്യിപ്പിക്കുമെന്ന് തന്നെ പറ്റുമെങ്കിൽ BJP-കാരന്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ ആ ഗൂഢതന്ത്രം കേരള സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അറിഞ്ഞു. ഈ അന്വേഷണം നീളുന്ന കാണുമ്പോൾ തന്നെ ജനത്തിന് മനസ്സിലായി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാത്രം ബലി കൊടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നൊരു സംശയം കൂടെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും സാധ്യതയില്ലാതില്ല.
MAവേലിയൊക്കെ ഇടപെട്ട് ഇപ്പോൾ CPI വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നു. ഘടകകക്ഷി പണ്ട് കരുണാകരനെ മാറ്റാനായിട്ട് കുഞ്ഞാലിക്കുരും പക്ഷെ സാറ് പിണറായി വിജയനെ ബലി കൊടുക്കാനെന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊരു ബലി കൊടുക്കൽ ഇവർക്ക് ചെയ്യാൻ കഴിയുമല്ലോ. CPM എന്ന് പറയുന്ന പാർട്ടി സമം പിണറായി വിജയൻ. അല്ല, പിണറായി വിജയൻ ഞാൻ സമം തിരിച്ചൊരു കാര്യം ചെയ്യട്ടെ. ആ. നിസ്സാര കാര്യത്തിന് വരെ ഗവൺമെന്റിനെയും പാർട്ടിയെയും പിണറായി വിജയനെയും പ്രതിരോധിക്കാൻ വന്നിരുന്ന വിജയരാഘവനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മിണ്ടുന്നില്ല. ഏകബാലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏകബാലിന് ഏതാണ്ട് എന്തിന് റിയാസ് പോലും പണി മതിയാക്കി. റിയാസ് മിണ്ടുന്നുണ്ടോ? ഇല്ലല്ലോ. M സ്വരാജ് മിണ്ടുന്നുണ്ടോ? ഈ പാർട്ടിയുടെ വ്യക്താക്കളായിട്ട് അറിയപ്പെട്ടിരുന്ന ആര് കണ്ണൂരുകാർ പോലും വലിയ ആളങ്ങളിലാണോ? അവരെല്ലാം പിണറായി വിജയനെ കൈ ഒഴിഞ്ഞിട്ടാൽ പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ രംഗത്ത് വരേണ്ട ആരാ? അവരൊക്കെ അല്ലേ. ഒരു വിട്ടാസ് വന്നാൽ മതിയാവുമോ? ഏതായാലും നമ്മൾ കോൺഗ്രസ് വിഷയത്തിലാണ് തുടങ്ങിയത്, അവിടെ തന്നെ നമുക്കൊണ്ട് എത്തിക്കാം. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കുരുക്കാനായി ഒരു ഗൂഢതന്ത്രവും കൂടെ SIT അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രമിക്കുമെന്നൊരു ഒരു ഇതും കൂടെ അന്തർനാടകം നടക്കുന്നത് മറക്കണ്ടത്. ഇപ്പോഴത്തെ കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനേക്കാൾ വലിയ നാറ്റക്കേസിൽ കൊടുക്കാൻ നോക്കിയതാണ്. സംഭവിച്ചത് എന്താണെന്ന് കേരളം കണ്ടു. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നോക്കാം.